കുറേ ദിവസമായി വീടിൻ്റെ പുറകുവശത്തോട്ടൊക്കെ ഒന്ന് വന്നിട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്നും 3, 4, 5 പ്രാവശ്യം പുറകിലോട്ട് ഓടി വരും. കറിവേപ്പില എടുക്കാനും ചെടിക്ക് വെള്ളമൊഴിക്കാനും പച്ചക്കറിക്കൊക്കെ നനയ്ക്കാനും പച്ചക്കറി നടാനും ഒക്കെ ആയിട്ട് എത്രയോ പ്രാവശ്യം ഇങ്ങോട്ടൊക്കെ വന്നിരുന്നതാണ്. ഇപ്പം നടക്കാനുള്ള ബാലൻസ് പോയി. അത് കാരണം ഇങ്ങോട്ടൊന്നും വരവേയില്ല. ഇതാ മുളകൊക്കെ എത്രയാ നിറച്ചുണ്ടായിരുന്നെന്ന് ഇന്നലെ പറഞ്ഞു. എല്ലാം കിളികൾ കൊത്തിക്കൊണ്ടുപോയി. അവരും തിന്നട്ടല്ലേ. ഒന്നുപോലും കാര്യമായിട്ടില്ല. കാന്താരിച്ചെടിയാണെന്ന് അറിയാൻ പോലും ഒന്നുമില്ല ഇതിനകത്ത്. എല്ലാം പോയി. അത് സാരമില്ല. ഇതൊക്കെ അവർക്ക് തിന്നാനും കൂടെ അല്ലേ. പ്രകൃതി കൊടുക്കുന്ന ഇതൊക്കെ അവർക്ക് തിന്നാനാണ്. ഒരു കൊയ്യാവേലേ 10-25 കായുണ്ടായി. ഒന്നുപോലും കിട്ടിയില്ല. മുഴുവൻ എണ്ണം കുത്തി. അപ്പോഴേ ഞാൻ വിചാരിച്ചു, നമ്മൾ 1/2 കിലോ കൊയ്യാക്ക അണ്ണാന് മേടിച്ച് കൊടുക്കില്ലല്ലോ. അപ്പോൾ പ്രകൃതി അവർക്ക് കൊടുത്തത് അവർ കഴിച്ചു പോട്ടെ. ഇത്ര ദിവസമായെന്നറിയാം ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട്. കിടക്കുന്ന കോലം കണ്ടോ? നമ്മൾ വന്നില്ലേ ഇതാ അവസ്ഥ കണ്ടോ? തെങ്ങിനൊക്കെ വെള്ളം കണ്ടിട്ട് എത്രയായി. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിന് ശേഷം ഇങ്ങോട്ടൊന്നും കടന്നിട്ടില്ല. കാരണം ഒരു പേടി. ഒരു കൊല അവിടെ നിൽപ്പുണ്ട് അല്ലേ. കഴിഞ്ഞ കാലത്തെ നിങ്ങൾക്ക് ഓർമ്മ കാണും. 5 കൊല ഈ പുറവശത്തു നിന്ന് പകുതി പ്രായമായപ്പോൾ ഒടിഞ്ഞു വീണത് ഞാൻ നിങ്ങളെ കാണിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങാണ് കേട്ടോ. ഇതിനൊന്നും എത്രയോ ഞാൻ ഇതിനെയൊക്കെ എത്ര ശുശ്രൂഷിച്ചാണെന്നറിയോ. ഈ മാവും അതുപോലെ 3 കൊല്ലത്തിൽ കായ്ക്കുന്നതാണ്. ഉണ്ടോ? ഇവിടുത്തെ മാവും പ്ലാവും എല്ലാം പ്രളയകാലത്ത് വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞല്ലോ, പേടിച്ചിട്ട് പെരയുടെ അടുത്തായതുകൊണ്ട്. ഇപ്പോൾ ഈ പ്ലാവില കിടക്കുന്നത് നമുക്ക് പ്ലാവില്ല ഇപ്പോൾ കേട്ടോ. ഇത് തൊട്ട വീട്ടിലെ സാറിൻ്റെ മാഷയുടെ പ്ലാവിലയാണ്. അതുകൊണ്ട് പ്ലാവിലെയെങ്കിലും കാണാൻ മുറ്റത്ത്. ഇവിടെ നിറയെ മാങ്ങ വലിയ മാങ്ങയായിരുന്നു. ഇവിടെ നിന്ന് മാവ് വെട്ടിയത് വലിയ മാങ്ങ ആകുന്നതാണ്. പക്ഷേ അത് ഈ വേനൽക്കാലത്ത് മുക്കാലും കൊഴിഞ്ഞ് താഴെ വീഴും. ഫ്രഷായിട്ട് താഴെ വീഴും. എത്ര ഭരണി നിറയെ മാങ്ങ പെറുക്കിയിട്ട് തുടച്ച് കണ്ണിമാങ്ങ ആക്കിയതെന്നറിയോ. ഇപ്പം ഇന്നലെ അടുത്ത വീട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലബീന, അവളുടെ വീട്ടിലെ മാവിൽ നിന്ന് ഒരു 2-3 കൊല കണ്ണിമാങ്ങ അവിടെ ഹസ്ബൻഡ് ഇവിടെ ഒടിച്ച് കൊണ്ട് തന്നു. അതാണ് ഇന്നലെ ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇന്ന് ഞാൻ വടി കുത്തി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ വടി കുത്തിയാണ് പുറത്തൊക്കെ നടക്കുന്നത്. വടി കുത്താനുള്ള പ്രായമായില്ല എങ്കിൽ പോലും നടപ്പിൻ്റെ ബാലൻസ് പോകുന്നതുകൊണ്ട് പിള്ളേരൊരു വടിയൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. ഈ പ്ലാവിപ്പോൾ ഈ മാവിപ്പോൾ 1 കൊല്ലം കൂടെ കഴിഞ്ഞാൽ കായ്ക്കും. ഒരു മാങ്ങ കഴിച്ചിട്ട് പോകാൻ പറ്റുമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടുകാരുടെ കണ്ടോ, മതിലിൻ്റെ അപ്പുറത്തു നിന്നുള്ള മരങ്ങളാണ് ഇങ്ങോട്ട് ഈ കാണുന്നതല്ല. അതുകൊണ്ട് ഇവിടെ ഒന്നും വയ്ക്കാൻ പറ്റില്ല. തേങ്ങ ഇട്ടത് ആ തെങ്ങിൻ ചോട്ടിൽ തന്നെ കിടക്കുക. അങ്ങനെ ഓരോന്ന്. എന്തായാലും ഞാൻ ഫ്രണ്ടിൽ എങ്ങനെയൊക്കെ നനച്ച് വിടും. ഇന്ന് ഞാൻ എന്തായാലും ഇവിടെ എല്ലാം ഒന്ന് നനച്ച് വിടും. കൊടി നമ്മുടെ
കൊടിയാണ് ഇപ്പുറത്ത് മതിൻ്റെ ഇപ്പുറത്ത് കണ്ടോ തെങ്ങുമൊക്കെ. ഇതെന്ന് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് കിട്ടും. അപ്പോൾ കുരുമുളകൊക്കെ തട്ടിപ്പാണ്. ഇന്നാളീ പറയുന്ന കേട്ടു ഓമയുടെ പപ്പാളങ്ങയുടെ കുരുവില്ലേ അതാത്രേ ഓമയ്ക്കായിട്ട്, എന്നാലും കുരുമുളകായിട്ട് കിട്ടുന്നത്. എന്നാലും പോട്ടെ, അതാണേലും സഹിക്കാം, വിഷമില്ലല്ലോ. ഇപ്പം മെല്ലെ മാവൊക്കെ ഈ വഴണയിൽ നിന്നാണ് ഞാൻ വഴണയപ്പം ഉണ്ടാക്കിയത്. ഇതിൽ നിന്നാണ് ഈ ഈ ചെറുനാര് കണ്ടോ, ആ താമരക്കുളത്തിൻ്റെ ഇപ്പുറത്തെ പ്ലാവെല്ലാം പിടിച്ചിട്ടുണ്ട്. ആ ചെറുനാരകത്തിൽ നിന്ന് ഇലയെടുത്ത് നമ്മളിപ്പോൾ സംഭാരം ഉണ്ടാക്കുന്നത്. ഇവിടുന്ന് വെട്ടിയ മാവേന്ന് നല്ല കിളുത്ത് വരുന്നുണ്ട്, വരുമായിരിക്കുമല്ലേ. ഞാൻ മൈക്കൊന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് സൗണ്ടില്ലാന്ന് തോന്നും. ഈ ഒരു മൂട് ചീരയെന്ന് മുകളിൽ വരെയും വന്നിട്ട് എത്ര പ്രാവശ്യം ഞാൻ ഇതിൽ നിന്ന് ചെത്തിയെന്നറിയാം. ഞങ്ങൾക്ക് കുറച്ച് മതിയല്ലോ. അതിൻ്റെ കൂടെ ആ ചേമ്പിൻ്റെ നല്ല ചീരച്ചേമ്പിൻ്റെ ചേമ്പാത് തയ്യാത് ഇതിൽ നിന്നൊക്കെയും കൂടെ എടുത്താൽ ഒരു തോരനാവും. വെട്ടി വിടും തോറുന്ന് ഞാനിതിനകത്ത് മണ്ണൊക്കെ വയ്യേലും ഇടും. ഇട്ട് കൊടുത്താൽ അത് വരും നല്ലോണം. മണ്ണിടാനൊന്നും എനിക്ക് വയ്യ. ഒരു കുഞ്ഞു തൂമ്പയുണ്ട്, ഒരു കുഞ്ഞു കൈക്കോട്ടുണ്ട്. ഇത് ചരിഞ്ഞ് നിൽക്കുക കണ്ടോ. ഇതൊക്കെ ഞാൻ മണ്ണിട്ടുകൊണ്ടിരുന്ന സംഭവങ്ങളാണ്. ഇവരെല്ലാം എന്നെ കാണാൻ മുളക് എല്ലാം പോയി. ഇതൊരു മാന്തയ്യാണ് കേട്ടോ. കൊയ്യാവിൻ്റെ ഇവിടെ ഒരു തൈയുണ്ട്. ഇതായിരുന്നു മുറ്റത്തൊരു താമരക്കുളം ഉണ്ടായിരുന്നു. അത് രണ്ടാമത്തെ കാർപോർച്ച് എടുത്തപ്പോൾ അവിടുന്ന് മാറ്റേണ്ടി വന്നു. താമരയൊക്കെ നിറയെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോഴതിനകത്താണ് ഞാൻ മണി പ്ലാന്റ് ഇട്ട് നോക്കിയതും പായൽ പോയ കഥയൊക്കെ ഞാൻ നിങ്ങളോട് ഒരു വീഡിയോയിലിട്ടുണ്ട്. ആ താമരക്കുളം സിമൻറ്റ് കൊണ്ടുണ്ടാക്കിയതായിരുന്നു. അതിനെ പുഴക്കി കൊണ്ടുപോയിട്ടിരിക്കുന്നത് ഈ കാണുന്നത്. കഴിഞ്ഞ കൊല്ലം ഇത് നിറച്ച്, എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നില്ല, ഇത് നിറച്ച് ചീരയായിരുന്നു. നമുക്ക് 2 ദിവസം കൂടുമ്പോൾ ആവശ്യത്തിനുള്ള തോരനുള്ള ചീരയില കിട്ടുമായിരുന്നു. ഇതാണ് ആ താമരക്കുളം കണ്ടോ. ഇപ്പോൾ ഈ അറ്റത്ത് കൊണ്ട് വെച്ചിരിക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും. ഒരു 15 വർഷം മുമ്പാണ് രണ്ടാമത്തെ കാർപോർച്ച് എടുത്തത്. അപ്പോഴാണ് അവിടെയാണ് ഇത് ഉണ്ടായിരുന്നത് താമരക്കുളം. അപ്പം അത് ഷീറ്റിട്ടിരിക്കുകയാണ്. ഷീറ്റിട്ടപ്പം സൂര്യപ്രകാശം മറഞ്ഞല്ലേ, അപ്പം പിന്നെ അത് താമരയൊന്നും പൂക്കാതായി. അങ്ങനെയാണ് ഇങ്ങോട്ട്. അന്ന് ഇത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അന്ന് ഇപ്പം നിസ്സാരമായിട്ട് ഇവിടെ കിടക്കുന്നു. അന്ന് ഇതിന് 15 വർഷം മുമ്പ് ഇതിന് 1000 രൂപ കൊടുത്തതാണ്. കൊടുത്ത് പണിക്കാർ പോയി കൊണ്ടുവന്നതാണ്. ഇതെല്ലാം എൻ്റെ അസാന്നിധ്യം കൊണ്ട് ഉണങ്ങി കിടക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ കോലാഹലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇനി ഇവിടെ കുറേ വാഴക്കൂട്ടമുണ്ട്, കുറേ വെട്ടിക്കളഞ്ഞു. ഇത് ഞാൻ ഒരു 10 18 20 കൊല്ലം മുമ്പ് നടക്കാൻ പോകാൻ അങ്ങ് റെയിൽവേ ഗ്രൗണ്ട് വരും. അപ്പോൾ ആരോ പുഴക്കി റോഡിൽ കളഞ്ഞിരുന്ന വിത്ത് എടുത്തുകൊണ്ട് വന്ന് വെച്ചതാണ്. അന്ന് എനിക്ക് ആരോഗ്യമുണ്ട്. അന്ന് കോളേജിൽ പോകുന്ന സമയം മാഷ് പഠിപ്പിക്കാൻ റിട്ടയർ ചെയ്തിട്ട്. അപ്പോൾ മാഷ് 9 മണിക്ക് പോകും, ഞാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് മാഷെ വിട്ട് കഴിഞ്ഞ് വന്ന് അത് 2 വിത്തുണ്ടായിരുന്നു, 2 കുഴി എടുത്തത് വെച്ചു. അത് പെരുകി അങ്ങ് ഇത് ഒരു മാന്തയ്യ കേട്ടോ. ഇത് ഉണ്ടോ, കൊണ്ടുവച്ചതാണ്. അതങ്ങ് വർദ്ധിച്ചു. എത്ര മാത്രം കൊലയുണ്ടായി എന്നുള്ളത് ഇതുവരെ ഇവിടെ കൊടുത്തിട്ടില്ല. കൊടുക്കാത്ത എന്നാ വെച്ചാൽ ഇത് ഞാനൊരു കറിവേപ്പ് കുറച്ച് ദിവസം മുമ്പ് വെച്ചതാണ്. നമുക്ക് അത്രയ്ക്ക് പണം ഉണ്ടായിട്ടല്ല, പക്ഷേ നമുക്ക് ഇവിടെ ഒരു കൊലയുണ്ടെന്ന് തോന്നി. ഇത് ഞാൻ കണ്ടേ ഇല്ല കേട്ടോ, വിരിഞ്ഞത് പോലും. ഓരോ തളിരും വരുമ്പോഴും ഞാൻ അറിയുന്നതാണ്. ഈ കൊലയൊന്നും വാഴക്കൊല ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഇപ്പോൾ 2 എണ്ണം ഉണ്ട്. 5 എണ്ണം കഴിഞ്ഞ കൊല്ലം ഒടിഞ്ഞു താഴെ പോയായിരുന്നു. അപ്പോൾ ഈ വാഴ കുറേ ഉയരത്തിൽ പോകുന്നതാണ്. അത് കാരണം നമ്മളെ കൊണ്ട് കൊല വെട്ടാനും ഒന്നും പറ്റുകയില്ല. അതിനൊരാളെ വിളിച്ച് അത് വെട്ടിച്ച് അത് ഓട്ടോ കൊണ്ടുവന്ന്
കടയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വിചാരിച്ച വിലയും കിട്ടില്ല. പിന്നെ അതിന് കിട്ടുന്നതിൻ്റെ ഇരട്ടി പൈസ നമുക്ക് ചിലവാകും. അതുകൊണ്ട് അന്ന് തൊട്ട് ഇഷ്ടംപോലെ നമ്മുടെ സുഹൃത്തുക്കളും ഫ്രണ്ട്സൊക്കെ ഉണ്ട്. മാഷക്ക് അന്ന് ആരോഗ്യമുള്ള സമയമല്ലേ. മാഷ് എല്ലാവർക്കും ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ട് അതിഷ്ടമാണ് മാഷ്ക്ക് ഇങ്ങനെ കൊണ്ടു കൊടുക്കാൻ. അപ്പോൾ ഞാൻ പോകണ്ടല്ലോ, മാഷ് തന്നെ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നീട് അത് ബുദ്ധിമുട്ടായി വന്നപ്പം ഇതെല്ലാം ഒരാളെ നിർത്തി വെട്ടിക്കളയിച്ചു. അത്യാവശ്യത്തിന് 5-6 വാഴ നിർത്തിയിട്ട് അത് വീണ്ടും ഇങ്ങനെ വർദ്ധിച്ച് വരികയാണ്. ഇപ്പോൾ ഇത് നമുക്ക് എനിക്കിവിടെ ഇങ്ങനെ നടക്കാൻ വയ്യ. ഞാനിപ്പോൾ ഈ വാഴയുടെ എനിക്ക് ഇത്ര സപ്പോർട്ട് മതി. ഇപ്പോൾ ഇങ്ങനെ ബാലൻസ് പോയപ്പോൾ ഇങ്ങനെ ഇതിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു പുൽക്കൊടി മതി, അത്രേ വേണ്ടൂ. ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ താഴെ വീഴും. ഇടയ്ക്ക് 2 പ്രാവശ്യം വീണ് മുട്ടൊക്കെ പൊട്ടിയില്ലേ. പിള്ളേർ പറഞ്ഞിട്ടുണ്ട് ഈ പുറകിലോട്ടൊന്നും വരരുതെന്ന്. എന്നാലും എനിക്ക് സാധിക്കുന്നില്ല വരാതിരിക്കാൻ. കുട്ടികളെപ്പോലും നോക്കി നട്ട് വളർത്തിയതാണ് ഇതൊക്കെ. നമ്മളൊരു ചെടിയൊക്കെ കൊണ്ട് കുത്തി വെച്ചാൽ അത് മുളച്ച് വരുന്നതും അതിൻ്റെ ചുവട്ടിൽ എന്നും പോയി വെള്ളം ഒഴിക്കും. അത് മുളച്ച് വരുന്നതും അത് പടിപടിയായിട്ട് വളർന്നു വരുന്നതും അതിലൊരു മുട്ടുണ്ടാകുന്നതും ആ മുട്ട് വിരിയുന്നതും എല്ലാം നമുക്ക് എത്ര കൗതുകമാണ്, എത്ര സന്തോഷമാണ്. കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലുള്ള സന്തോഷമാണ്. കണ്ടില്ലേ, നമ്മുടെ വീടോട് ചേർന്ന് ഓരോ മതിലും ഓരോ വീടുകളാണ്. തൊട്ട് വീടുകളാണ്. ഉണ്ടോ, ഓരോ മതിലും ഓരോ വീടുകളാണ്. ഇനി ഇവിടുന്ന് നേരെ നമുക്ക് ഇങ്ങോട്ട് വരാം. ഇനി നമ്മൾ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. ചുറ്റി നമ്മളെ തെക്ക് ഭാഗത്തുനിന്ന് ചുറ്റി വടക്കേ അറ്റത്തേക്ക് വന്നു. ഇത് ഈ തേക്കാത്ത മതിൽ, ഇത് അപ്പുറത്തെ ടീച്ചറുടെയാണ്. തൊട്ട് നമ്മുടെ വീടുമായിട്ട് ഇത്ര വ്യത്യാസം. നമ്മുടെ അയയിലാണ് തുണി കിടക്കുന്നതാ. നമ്മുടെ മതിലിത് അല്ല, നമ്മുടെ വീടിൻ്റെ ഭിത്തി ഇത്, അവരുടെ മതിലിത്. ഇത് ചാലാണ്. നോക്കൂ, ഇവിടെയൊക്കെ തുണിയൊക്കെ കിടക്കുക. നിങ്ങളൊന്നും വിചാരിക്കണ്ട. ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം വെച്ചതാണ് ഈ തക്കാളി. ഒരു 2 തക്കാളി ചീഞ്ഞുണ്ടായിരുന്നു. അതിനെ ഇതിനകത്ത് ഈ ചട്ടിക്കകത്ത് കൊണ്ട് വിതറിയത്. അതാ ഇത്രയും വയ്യ. അതിന് ഞാൻ കോലൊക്കെ കൊടുത്തിരിക്കുകയാണ്, കമ്പൊക്കെ കൊടുത്തിരിക്കുകയാണ് പടർന്നു പോകാതിരിക്കാൻ. ഇനി ഒരു ദിവസം ഞാനിതൊരു വീഡിയോ ആയിട്ടിടാം. ഓരോന്നും ഞാൻ മുള വരുന്നുണ്ട്. ഇതൊരു കാന്താരിക്കും ഉണ്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോരോ കാര്യങ്ങളാണ്. ചീര പാകിയിട്ടുണ്ട്, വരട്ടെ. ഇതാ ചീര പാകിയിട്ടുണ്ട്. ഇത് നമ്മൾ മിക്കവാറും മുറിച്ചെടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാറുള്ള സാമ്പാർ ചീര. ഇത് ഡയബറ്റിക്കിന് നല്ലതാണെന്ന് പറയുന്നു. എന്താ ഇതിൻ്റെ ഒരു 5-6 ഇലയെടുത്ത് ഞാൻ തിന്ന് കാണിക്കാം. ഭയങ്കര കയ്പാണ്. ഇത് ആ ചീരയുടെ കൂടെ നട്ട ഇതല്ല, വലിയ എന്നെക്കാട്ടിൽ ഉയരത്തിൽ, എനിക്ക് 5 അടിയേ ഉള്ളൂ, എന്നെക്കാട്ടിൽ ഉയരത്തിൽ ഈ ചീര വന്നു. മുറിച്ചെടുത്ത് തുളസി. ഇത് ഇതിന് 500 രൂപ. 450 കരിക്കിൻ്റെ തെങ്ങിൻ തൈയാണ്. ഒരു തെങ്ങിൻ തൈ നഴ്സറിയിൽ നിന്ന് കൊണ്ടുപോയപ്പോൾ മേടിച്ച് ഇവിടെ വെച്ചിരിക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും ഞാൻ. ഇനി വലിയ ചട്ടിയിലല്ല, വെറുതെ കൊണ്ടുവച്ചിരിക്കുക. ഇതിന് ദിവസം ഒത്തിരി വെള്ളം ഒഴിക്കും. മഴക്കാലമാകുമ്പം പറിച്ചു നടാം അല്ലേ. ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു സന്തോഷങ്ങൾ, കുഞ്ഞു വിശേഷങ്ങൾ. ഇതാ അവര പൂത്തു. അന്ന് കുറച്ച് കിട്ടിയാൽ മുകളിലോട്ട് പടർത്തിയിട്ടുണ്ട്. കണ്ടോ, അവര മുകളിലേക്ക് പടർത്തിയിട്ടുണ്ട്. കണ്ടോ, മുകളിൽ വരെ എത്തിയിട്ടുണ്ടോ. ഇനി അവിടെ അതിന് പടരാനുള്ള സൗകര്യമില്ല. ഞാൻ ചൂടിക്കയറ് ഒരാളെ കൊണ്ടിരിച്ചു. പക്ഷെങ്കിൽ അത് ചൂടിക്കയറ് എവിടെയാണ് കൊണ്ട് വെച്ചതെന്ന് എനിക്കറിയാം. ഞാൻ ഓരോന്നും കൊണ്ട് സൂക്ഷിച്ച് വെക്കും. എനിക്ക് തന്നെ വിനയാകും എവിടെയാണ് വെക്കുന്നതെന്ന് അറിയാൻ വേണ്ട. എന്തോ കയ്പാന്ന് അറിയാം ചെടിക്ക്. ഇതാണ് മണിത്തക്കാളി.
ഇത് നമ്മുടെ അന്ന് 3 കൊല്ലത്തിന് മുമ്പ് വെച്ച് 2 കൊല്ലവും 2 മാസമായപ്പോൾ ചക്കയായ ആ പ്ലാവായത്. ചക്ക വിളയുന്നതിന് മുമ്പ് തന്നെ വെട്ടി. എനിക്ക് വിഷമമായിട്ടെന്ന് പറഞ്ഞാൽ വിഷമമല്ല, തിരക്കായിട്ട്. അത് മൂത്തിട്ടില്ലായിരുന്നു. ഇതാ നമ്മളെ പണ്ട് എത്രമാത്രം രക്ഷിച്ചതായല്ലേ ഈ മഷിത്തണ്ട് ചട്ടിയിൽ വെച്ചിരിക്കുക. ഇത് ഉപ്പേരിക്ക് തോരന് നല്ലതാണ്. കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. ഇതുണ്ടോ, എന്ത് സങ്കടം എനിക്കെന്നറിയാം. നമ്മളെപ്പോലാണ്. ഇതോ ഒരു തണ്ട് കൊണ്ട് വെച്ചതാണ്, ഇതുപോലൊരു തണ്ട് കൊണ്ട് വെച്ചതാണ്. പടിയായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ വളർത്തി കൊണ്ടുവന്ന് കഴിഞ്ഞ വർഷം എത്ര പ്രസരിപ്പോട് നിന്ന് ഇപ്പോൾ ആ മനുഷ്യനെ പോലെ അതും നരച്ചു. ഉണ്ടോ, പ്രകൃതിയുടെ നിയമമാണല്ലോ ഇത്. പ്രായമാകുമ്പോൾ നമ്മളും ഇങ്ങനെ ആകുന്നു. ഉണ്ടോ, എല്ലാം നരച്ച് നിൽക്കുക. എന്തുതാ ഈ ബ്രൗൺ നിറമുള്ള ചെടിയല്ലേ ഇത്, ഈ ബ്രൗൺ അത് ഇങ്ങനെയായി. കണ്ടോ ഇങ്ങനെയായി. മനുഷ്യൻ നരയ്ക്കുന്ന പോലെ അതും നരയ്ക്കുന്നു. ഞാൻ കാണിച്ചിട്ടുള്ളതിൻ്റെ ആവർത്തനമൊക്കെ ഇത് വരും. നിങ്ങളെന്നോട് ക്ഷമിക്കണം. അങ്ങനെ ഇന്നത്തെ എൻ്റെ പ്രഭാതവും നടത്തവും ഇതിലാണ്. കൊയ്യാക്ക ഉണ്ടായി, എല്ലാം അണ്ണാച്ചൻ കൊണ്ടുപോയി. ഇപ്പോഴും വീണ്ടും കൊയ്യാക്ക വരുന്നുണ്ട്. ഒരെണ്ണം പോലും അണ്ണാൻ നമുക്ക് തരില്ല കേട്ടോ, അവർ കഴിക്കട്ടെ. ഇനി ഇതാ ചെണ്ടുമല്ലി ബദറിയിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന ചെണ്ടുമല്ലിയില്ല, അന്ന് നമ്മൾ വീഡിയോ ഇട്ട് അതൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ വിത്ത് പാകിയിരിക്കുക. ഇതൊക്കെ കരിഞ്ഞു പോയി. കറ്റാർവാഴയൊക്കെ പോയി. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ സമാപനം കുറിക്കാമല്ലേ. വലിയ വീഡിയോ ആയിപ്പോയോ? ഇതിലൊക്കെ കൊയ്യാക്കായുണ്ട്, നിറയെ വീണ്ടും വരുന്നുണ്ട്. ഒന്നുപോലും അവന്മാർ നമുക്ക് തരില്ല. അവരും കഴിക്കട്ടല്ലേ. ഇപ്പോൾ ഇന്നത്തെ പ്രഭാതം ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്രഭാതം. നമുക്കിവിടെ ഇത് കൺക്ലൂഡ് ചെയ്യാം അല്ലേ. എല്ലാവർക്കും ഒരു സുദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ സരസ്വതി സരയു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന എന്നെ ഞാൻ കാണിച്ചില്ല, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.